പാലാ രൂപതയുടെ കീഴിൽ 1974 പൗരോഹിത്യ ജീവിതം ആരംഭിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് കടന്ന ഫാദർ ജോർജ് പുതിയാറമ്പിൽ അച്ഛന് കടന്നു വന്ന നാൾ വഴികളെക്കുറിച്ച് കുറേയേറെയെങ്കിലും പറയാനുണ്ടാവും. കോതനല്ലൂർ പള്ളിയിൽ നിന്നും ആരംഭിച്ച 50 വർഷത്തെ സബരിയ എങ്ങനെയായിരുന്നു അച്ഛൻ ഈ പൗരോഹിത്യത്തിൻ്റെ നാൾ വഴികളും ഓർമ്മകളും? 1974 ഞാൻ ആദ്യമായിട്ട് പള്ളിയിലേക്ക് പോകുന്നത്. അത് കോതനല്ലൂരായിരുന്നു. അന്ന് പള്ളികൾ അടുത്തൊന്നും ഇല്ല. അപ്പോൾ ഇന്നത് 4-5 പള്ളികളാണ്. അപ്പോൾ 1000 മുകളിൽ വീട്ടുകാരാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളെല്ലാം അവിടെ കലാ സാംസ്കാരിക സ്കൂള്, ഹൈസ്കൂളൊക്കെ ഉണ്ട്. വേദികളോടൊക്കെ എപ്പോഴും അടുത്ത് വന്ന് അവർക്കൊക്കെ സന്തോഷമായിട്ട് വരാൻ പറ്റിയൊരു വേദിയാണ് സ്കൂള്, പരീക്ഷവാള്, പള്ളി, കലാപരമായ കാര്യങ്ങളെല്ലാം. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. 5 കൊല്ലം അവിടെ ഞാനുണ്ടായിരുന്നു. പിന്നീട് എന്നെ അവിടുന്ന് മാറ്റിയത് ചേർപ്പങ്കൽ വുഡ് ഇൻഡസ്ട്രിയിലോട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കുട്ടികളെ പഠിപ്പിക്കുക, കാർപ്പൻറ്ററി പഠിപ്പിക്കുക. ഗ്രാമപുരത്തു നിന്നൊക്കെ ധാരാളം കുട്ടികൾ വന്നിട്ട് ഒരിടവകയിൽ തന്നെ, അത് ക്രൈസ്തവർ മാത്രമല്ല ഹിന്ദുക്കളും ഉണ്ട്. 17 കുട്ടികൾ അവിടുന്ന് വന്നിട്ടുണ്ട് കാർപ്പൻറ്ററി പഠിക്കാൻ വേണ്ടി. ഇപ്പോൾ ആ കുട്ടികളൊക്കെ പഠിച്ച് വിദേശത്ത് പോയി കാർപ്പൻറ്ററി വർക്ക് ചെയ്ത് അവർ നല്ല നിലയിലാണ് ജീവിക്കുന്നത് ആ കുട്ടികളൊക്കെ. അപ്പം അതൊരു വലിയ വിജയമായിരുന്നു ഈ കാർപ്പൻറ്ററി പഠിപ്പിക്കുന്നത്. എല്ലാ മെഷീനറി ഉണ്ട്, പക്ഷെ അവർക്ക് മെഷീനറി ഉപയോഗിക്കത്തില്ല. അവർ പഠിക്കണം, എല്ലാം സ്വന്തം ചെയ്ത് പഠിക്കണം. അവിടെ നിന്ന് ഞാൻ പോയത് മറ്റത്തിപ്പാറയ്ക്ക്. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്കന്ന് ബുള്ളറ്റ് ബൈക്കാണ്. ഞാൻ ബൈക്ക് പകുതിക്ക് വെച്ച് നടക്കേണ്ടി വന്നു. അവിടെ റോഡില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആവി എടുത്തിട്ട് ഫാനില്ല, കറണ്ട് ആ നാട്ടിലേ വന്നിട്ടില്ല. അപ്പോൾ ആൾക്കാർക്ക് എല്ലാവരും വന്നിട്ടുണ്ട്, ക്രൈസ്തവർ മാത്രമല്ല ഹിന്ദുക്കൾ വന്നിട്ടുണ്ട്. അച്ഛൻ മുന്നിട്ടിറങ്ങിയാൽ ഇവിടെ കറണ്ട് കൊണ്ടുവരാം എന്നവർ പറഞ്ഞു. ഞാൻ ഇടുക്കിയിൽ കറണ്ട് ടെൻഡർ ചെയ്യുന്നതിൻ്റെ സംവിധാനങ്ങളെല്ലാം പറഞ്ഞു ശരിയാക്കി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആരും മറ്റത്തിപ്പാറ ടെൻഡർ പിടിച്ചില്ല. വലിയ മലയെ അങ്ങോട്ട് കയറിപ്പോണ്ട് 7 കിലോമീറ്റർ 11 kV ലൈൻ വലിക്കണം. അത് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ആരും ടെൻഡർ പിടിക്കാതെ പോയി. ഉച്ചയായപ്പം ഓവർസിയർ എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ടെൻഡർ മാത്രം ആരും എടുത്തിട്ടില്ല. ഉടനെ ഞാൻ ഇടുക്കിക്ക് പോയി. അന്ന് എനിക്കൊരു ജീപ്പുണ്ട്. ഇടുക്കി ചെന്ന് ആ ടെൻഡർ ഞാൻ തന്നെ അങ്ങ് പിടിച്ചു. വേറെ വഴിയില്ല, അതുകൊണ്ട് പിടിച്ചു. മരുത്തിപ്പാറ ചെന്നു, വേറെ അന്വേഷിച്ച് സബ് കൊടുത്ത് ഞങ്ങൾ വർക്ക് ആരംഭിച്ചു. 7 കിലോമീറ്റർ 11 kV പാറയിലൊക്കെ തമരടിച്ച് കൊത്തുകാരെ വിളിച്ച് കുഴി കുത്തിയൊക്കെയാണ് പോസ്റ്റ് ഇറക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് 2-3 കൊല്ലം കൊണ്ട് 11 kVയുടെ 7 കിലോമീറ്ററും LT ലൈനിൻ്റെ 22 കിലോമീറ്ററും വർക്ക് ഞങ്ങൾ പൂർത്തിയാക്കും. ഇതിൽ ട്രാൻസ്ഫോമർ കൊണ്ടു വെച്ച് ചാർജ് ചെയ്താൽ മതി. പക്ഷേ മറ്റത്തിപ്പാറ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും ഭയങ്കര വടംവലിയാണ്. ജോസഫ് ഗ്രൂപ്പുകാരാണ് ഇതിനകത്ത് പണിതത്. അപ്പൊ മാണി ഗ്രൂപ്പിന്റെ മന്ത്രി തിരുവനന്തപുരത്തുണ്ട്. മന്ത്രിയുടെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തു, ഞാൻ മറ്റത്തിപ്പാറയിൽ നിന്ന് വന്നതാണ്. മന്ത്രി അത് മറ്റത്തിപ്പാറയിൽ നിന്ന് വന്ന് പറഞ്ഞിട്ടൊന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടിയില്ല. അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പോയി ഇരിപ്പ് തുടങ്ങിയിട്ട് 3 മണി വരെ ഇരുന്നു. പിന്നെ എന്നെ വിളിക്കുന്നില്ല. 3 മണിയായപ്പോൾ ഞാൻ വീണ്ടും ചെന്ന് എഴുതി കൊടുത്തു, പാലായിൽ നിന്ന് വന്നതാണ്. അപ്പം എന്നെ അന്നേരം വിളിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ മറ്റത്തിപ്പാറയിലെ പള്ളിയിലെ അച്ഛനാണ്. ഞാൻ തന്നെ പിടിച്ച് വൈദ്യുതിയുടെ എല്ലാ പണിയും തീർത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമർ വെച്ച് ചാർജ് ചെയ്താൽ മതി. അന്നേരം ബാലകൃഷ്ണനുള്ള കമ്പനി മുന്നിലും അടുക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ വർക്കെക്കുറിച്ചൊന്നും അറിയത്തില്ല, ചെമ്പ കൊള്ളാൻ. ഞാൻ ഇറങ്ങി പുറത്തിറങ്ങി, സാറും പോവുക, ഞാൻ വണ്ടിയുടെ മുമ്പിൽ കയറുന്നു. അന്ന് ഈ ലോവേ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യമാണ്. ബാലകൃഷ്ണനിലേക്ക് പോകാൻ വരാം. ഉടനെ പോലീസുകാർ ഓടി വന്ന് എന്നെ പിടിച്ചു മാറ്റി. എന്നിട്ട് ആ പോലീസുകാർ തന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ ഇവിടെ ഒന്നും ചിലവാകുകയില്ല, അച്ഛൻ നേരെ ഹൈക്കോടതിക്ക് പോകാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ ഞാനും 2 പേര് വേറെ ഉണ്ട്, ഒരു ക്രിസ്ത്യനും ഉണ്ട്, ഒരു ഹിന്ദു ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ എറണാകുളം പോയി. അവിടെ പോയി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. വക്കീല് അവിടെ ഉണ്ട്. നേരെ 5000 രൂപ പുള്ളിക്ക് കൊടുക്കേണ്ടി വന്നു, ചോദിച്ച് മേടിക്കുക. ആ 30 ദിവസം കേസ് നടന്നു. കമ്മീഷൻ വന്നു, ഒരുപാട് കാര്യങ്ങളെല്ലാം നടന്നു. അവർ പറയുന്ന ഒരു തടസ്സവും ഈ വഴിക്കൊന്നും ഇല്ല, പാലം പണി ഇല്ല, റോഡ് 4 എണ്ണം ഉണ്ട് ആ സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ ട്രാൻസ്ഫോമർ കൊണ്ടു വെച്ച് കണ്ടു തരാം. രാഷ്ട്രീയമായിട്ട് അങ്ങേയറ്റം നാടിനെ മുടിക്കുകയാണ് രാഷ്ട്രീയക്കാരൻ. അപ്പോൾ ജഡ്ജി ഈ 30 ദിവസം ഈ കേസെടുത്തു. എന്നിട്ട് അവസാനം
24 മണിക്കൂറിനുള്ളിൽ ചാർജ് ചെയ്യണം. ആ. അങ്ങനെയാണ് വിധി വന്നത്. 13-ാം ദിവസം അവർ ചാർജ് ചെയ്തു. അങ്ങനെ മറ്റത്തിപ്പാറ കറണ്ട് വന്നു. അപ്പോൾ എല്ലാ ജാതി മനുഷ്യരും ഇതിന്റെ കൂട്ടത്തിലാണ്. ഭയങ്കര സന്തോഷമാണ്. കറണ്ട് വന്നപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്ന് ലൈറ്റ് വലിയൊരു പുതുമയാണ് ആദ്യം കറണ്ട് വന്നപ്പോഴേ. തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷമായിട്ട് ജീവിച്ചു. 5 വർഷത്തെ പണി അടച്ചു. അവിടെ റോഡൊന്നും ഇല്ലായിരുന്നു. എനിക്കും പിന്നെ ഒരു പാപ്പച്ചെന്ന് പറഞ്ഞ ആൾക്ക് ജീപ്പുണ്ട്. അപ്പൊ അവിടെ ഒരു വീട്ടിൽ തീ പിടിച്ചു. ഒരു ലക്ഷ്മിയുടെ വീട്ടിൽ തീ പിടിച്ചു. അപ്പൊ തീ പിടിച്ച് അവരാ വീട്ടിൽ കയറി തയ്യൽ മെഷീൻ വലിച്ചു പുറത്തേ അടിച്ചു ആ സ്ത്രീ. പക്ഷെ അവിടെ മേലെ തീ പിടിച്ചു. അപ്പൊ വേറെ ജീപ്പൊന്നും ഇല്ലല്ലോ. എന്റെ ജീപ്പേലാണ് കയറ്റിയത്. എന്റെ ജീപ്പിന് പുറമെ കയറ്റി ഇരുത്തിയെങ്കിലും എല്ലാവർക്കും പേടിയാണ്. അവരുടെ കൂടെ ആശുപത്രിയിൽ പോകാൻ, തൊടുപുഴയ്ക്ക് പോകാൻ. അപ്പൊ ആരും കേറുന്നില്ല. അപ്പോൾ പെരുകളിൽ തറപ്പേല് ഒരു ടീച്ചറിന്റെ ഒരു മകള് അതിന് PUCക്ക് എങ്ങാണ്ട് പഠിക്കുക. ആ കൊച്ചാണ് വണ്ടിയെ ധൈര്യമായിട്ട് കയറിയത്. അതിനെ കൊണ്ട് ഞാൻ തൊടുപുഴ ചെന്നപ്പോൾ ആ പള്ളി പെരുന്നാളാണ്. ഈ ജീപ്പ് മുമ്പോട്ട് പോകുന്നില്ല. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, പൊള്ളലേറ്റ സ്ത്രീയാ, അവരെ ഒന്ന് ആശുപത്രിയിലാക്കാനായിട്ട് ഒരു വഴി തുറന്നു തരണമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് വഴി തുറന്ന് കിട്ടിയത്. പക്ഷെ അവര് ആശുപത്രിയിൽ ചെന്നപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മരിച്ചു. വലിയ സങ്കടമായിപ്പോയി. ചൂട് നേരത്തെ എന്നായിരുന്നെങ്കിൽ രക്ഷിക്കാരെന്ന് എനിക്ക് തോന്നി. അന്നത്തെ കാലത്ത് ഈ പള്ളിയുടെ പെരുന്നാളൊക്കെ വരുമ്പോഴും ഉത്സവം വരുമ്പോഴും റോഡിൽ വണ്ടി പോവില്ല. അത് നിറഞ്ഞു നിൽക്കുക, പോകാത്ത അവസ്ഥ. എന്നാൽ ഇപ്പോഴും വണ്ടി പോയിരിക്കും. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷമായിട്ട് ജീവിച്ചു. 5 വർഷത്തെ പണി അടച്ചു. അവിടെ റോഡൊന്നും ഇല്ലായിരുന്നു. ഞാൻ BJSPനോട് പറഞ്ഞിട്ട് ഈ വേനൽക്കാലത്തിന്റെ വരൾച്ചപ്പെടുത്തി 4-5 കിലോമീറ്റർ നേരത്തെ അത്ര ചെയ്യത്തില്ല. ആ റോഡ് കരിങ്കുന്നത്തു നിന്നുള്ള റോഡ്, നീലൂരിൽ നിന്നുള്ള റോഡ് ഇതെല്ലാം ടാർ ചെയ്ത് എന്റെ വണ്ടിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനാക്കി. അങ്ങനെ അവിടെ വെള്ളമില്ല, പള്ളികളൊന്നും വെള്ളമില്ല, വെള്ളമില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ അവിടെ കണ്ടത്തില് ഒരു കിണർ കുത്തി വെള്ളം ഉണ്ടായി. അതൊന്ന് ടാങ്ക് ഒന്ന് അടിച്ചിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് മാറാൻ. പക്ഷെ ഞാൻ ടാങ്കിലോട്ട് അടിക്കാൻ പോയപ്പം എതിർ രാഷ്ട്രീയക്കാര് 11 KVയിൽ കമ്പി എറിഞ്ഞ് കളഞ്ഞു. രാഷ്ട്രീയ വിരോധമാണ് രാജ്യ പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. മഠത്തിപ്പാടിന്റെ പുരോഗതിക്ക് മുഴുവൻ തടസ്സവും മാണി ജോസഫ് ഗ്രൂപ്പുകാരുടെ എതിർപ്പുകളാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോയ എതിർപ്പാണ്. പക്ഷെ എല്ലാ ജാതി മനുഷ്യരും നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും നന്മ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷെ ഇവിടെ നടക്കുന്നതെല്ലാം എതിർപ്പായിട്ട് രാജ്യ പുരോഗതിക്ക് തടസ്സമായിട്ട് രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരെ കൊണ്ട് കളിപ്പിക്കും. എന്തായാലും അതിനെല്ലാം അതിജീവിച്ച് അച്ഛനോട് കറണ്ടും കൊണ്ടുവന്നു, റോഡും വന്നു, നാട് ഒത്തിരി പുരോഗമിച്ചു. മനുഷ്യർക്ക് ഒരുപാട് സാംസ്കാരികമായിട്ടും എല്ലാം വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം വളർച്ച ഒരുപാട് ഉണ്ടാകാൻ ഇടയായത് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്.